വെൽക്കം ബാക്ക് ടു കേരള ടെക് അക്കാഡമി. കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ SSC മെഷർമെൻറ്റ്സിൻ്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷറിങ് റെസിസ്റ്റൻസ്, അതേപോലെ അതായത് റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, കപ്പാസിറ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാം എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഏതൊക്കെ ബ്രിഡ്ജുകളാണ് അതിനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മെഷർമെൻറ്റ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സും എടുക്കുന്നത്. വളരെ ഇലാബറേറ്റ് ആയിട്ടൊന്നും ക്ലാസ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഒന്നാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. രണ്ടാമത്തെ നമുക്ക് പറയാം ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒക്കെ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, എന്താണ് സാധനം എന്ന്. അടുത്തത് മൂന്നാമത്തെ നമുക്ക് പറയാം, മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ള. അപ്പോൾ അതിൽ മൂന്നാമത്തെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് പ്രത്യേകത എന്താ? ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഡിറക്റ്റ്ലി ഇൻഡിക്കേറ്റ് ദ വാല്യൂ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി at the time when it is being measured. അപ്പോൾ അമ്മീറ്റേഴ്സ്, വോൾട്ട്മീറ്റേഴ്സ്, വാട്ട്മീറ്റേഴ്സ് ഒക്കെ എന്താണ്? അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, അതേപോലെ തന്നെ വാട്ട്മീറ്റേഴ്സ്, ഇതൊക്കെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ആ ഒരു സമയത്ത് ഉള്ള ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ആ സമയത്തുള്ള വാല്യൂവിനെ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സമയത്ത് ഇലക്ട്രിക് ക്വാണ്ടിറ്റീനെ ജസ്റ്റ് ആ ടൈമിൽ മാത്രം ഉള്ള ആ പ്രസൻറ്റ് വാല്യൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ആൻഡ് എക്സാമ്പിളാണ് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ ആൻഡ് വാട്ട്മീറ്റർ. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദോസ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് മെഷർ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ ഇൻ ആംപിയർ ഹവേഴ്സിലായിരിക്കാം കേട്ടോ, ഓർ ഇലക്ട്രിക്കൽ എനർജി ഇൻ വാട്ട് ഹവേഴ്സിലാവാം, ഇൻ എ ഗിവൺ ടൈം ആർ കോൾഡ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു പ്രത്യേക ടൈം ഡ്യൂറേഷനിൽ ഉള്ള എനർജി കൺസപ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഞാൻ ഡെഫിനേഷനൊന്നും ഇതാക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതിയിടുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എക്സാമ്പിൾസാണ് ആംപിയർ അവർ മീറ്റർ, അതേപോലെ തന്നെ എനർജി മീറ്റർ, എല്ലാവരുടെ വീട്ടിലുള്ള എനർജി മീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമുക്ക് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്താ? ദോസ് ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഗീവ് എ കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് ദ വേരിയേഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ടു ബി മെഷേർഡ്. അതാണ് നമ്മുടെ എന്താ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ക്വാണ്ടിറ്റീനെ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അതായത് ദോസ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഗീവ് എ കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് ദ വേരിയേഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കറക്റ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്താണ്? റെക്കോർഡിംഗ് വോൾട്ട്മീറ്റേഴ്സ്, റെക്കോർഡിംഗ് അമ്മീറ്റേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ റെക്കോർഡിംഗ് അമ്മീറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുക? അത് സാധാരണ സപ്ലൈ സ്റ്റേഷൻസിലാണ് യൂസ് ചെയ്യാറ് ഫോർ രജിസ്റ്ററിങ് ദ കറണ്ട് ടേക്കൺ ഫ്രം ദ ബാറ്ററീസ്. ഓക്കെ, എത്ര കറണ്ട് ബാറ്ററീസ് നിന്ന് എടുത്തു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, റെക്കോർഡിംഗ് അമ്മീറ്റേഴ്സ് യൂസ് ചെയ്യുക. അതേപോലെ റെക്കോർഡിംഗ് വോൾട്ട്മീറ്ററും സപ്ലൈ സ്റ്റേഷൻസിലാണ് യൂസ് ചെയ്യുക. അതൊക്കെയാണ് റെക്കോർഡിംഗ് വോൾട്ട്മീറ്റർ, അതേപോലെ റെക്കോർഡിംഗ് അമ്മീറ്റർ. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ പഠിച്ചതൊക്കെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടോർക്ക് ഇൻ ഇൻ്റഗ്രേറ്റ്. നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ പഠിച്ചു തുടങ്ങാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോക്കുള്ളൂ കേട്ടോ. ടോർക്ക് ഇൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ടോർക്ക് ഇൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോർക്ക് ഉണ്ട്. ഒന്ന് ആദ്യത്തെ പറയാം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടോർക്കാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ. അതേപോലെ അടുത്ത് കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, പിന്നെയുള്ള അടുത്ത ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ എന്താണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കോസസ് ദ മൂവിങ് സിസ്റ്റം ടു മൂവ് ഫ്രം സീറോ പൊസിഷൻ ടു ഇൻഡിക്കേറ്റ് ഓൺ എ
ഗ്രാജുവേറ്റഡ് സ്കെയിൽ വാല്യൂ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയുടെ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ നീഡിൽ അല്ലെങ്കിൽ സൂചി നീങ്ങണം. അപ്പോൾ അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പോൾ ആ ഒരു പൊസിഷൻ, ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ടോർക്ക് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ആ ടോർക്ക് എന്തിനാ യൂസ് ചെയ്യുക, ടു മൂവ് ഫ്രം സീറോ പൊസിഷൻ ടു ഇൻഡിക്കേറ്റ് ദ വാല്യൂ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ബീയിങ് മെഷേർഡ്. അതാണ് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇനി നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക് എന്താ, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്, ഇഫ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് were acting alone, the pointer would continue to move indefinitely and would swing over the maximum deflected position. And the controlling torque should oppose the deflecting torque. അപ്പോൾ എപ്പോഴും നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ തന്നെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ ആ ഒരു ഇതും തന്നെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എന്താണ് കൺട്രോളിംഗ് ടോർക്ക്? ഇതിൻ്റെ ഓവർ ഡിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, സോ ഓവർ ഡിഫ്ലക്ഷൻ അതായത് ഓവർ ഡിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഓക്കെ, ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. ഇനി അടുത്ത് നമുക്ക് ഡാമ്പിംഗ് ടോർക്കാണ്. ഡാമ്പിംഗ് ടോർക്ക് ഈസ് ഡ്യൂ ടു ദ ഇനേഷ്യ ഓഫ് ദ, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഇനേഷ്യ ഉള്ള ഡ്യൂ ടു സം ഇനേഷ്യ, നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് പെട്ടെന്നൊരു ഇനേഷ്യ ഉണ്ടായാലും കൺട്രോളിംഗ് ടോർക്കാരും ഒരു ഇനേഷ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പോയിൻ്ററിനാണ് നമ്മൾ ഇനേഷ്യ ഉണ്ടാവുക, ഒരു എക്സ്ട്രാ ആ വരുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ടു അവോയ്ഡ് ദിസ് ഓസിലേഷൻ. അത് ഈ ഒരു പെട്ടെന്നുള്ള ചേഞ്ച് ഒരു ഇനേഷ്യ ക്രിയേറ്റ് ചെയ്യും. ആ ഇനേഷ്യനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഇനേഷ്യ കാരണം ഓസിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓസിലേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനേഷ്യ എഫക്റ്റിനെ ഡാമ്പ് ചെയ്ത് കളയുക, അതായത് അതിൻ്റെ എഫക്റ്റിനെ നിർവീര്യമാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ടോർക്കുകൾ ഏതാണ്, ഡിഫ്ലക്ഷൻ ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് കൺട്രോളിംഗ് ടോർക്ക്, അപ്പോൾ നമുക്ക് കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് സ്പ്രിംഗ് കൺട്രോൾ. സ്പ്രിംഗ് കൺട്രോൾ. അപ്പോൾ സ്പ്രിംഗ് കൺട്രോളിൽ എന്താണ്, ടി സി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണലായിരിക്കും. ഓക്കെ, ടോർക്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ എന്താണ് കൺട്രോളിംഗ് ടോർക്ക് കൂടുന്നതനുസരിച്ച് തീറ്റയുടെ ചേഞ്ചും കൂടും. അപ്പോൾ വി ക്യാൻ സേ ടി സി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. ഇനി അതേപോലെ ഗ്രാവിറ്റി കൺട്രോൾ ആണ് വിചാരിക്കുക. ഗ്രാവിറ്റി കൺട്രോളാണ്. 2 ടൈപ്പ് ഓഫ് കൺട്രോളിംഗ് ടോർക്കാണ്, ഒന്ന് സ്പ്രിംഗ് കൺട്രോളും അതേപോലെ ഗ്രാവിറ്റി കൺട്രോളും. ഇത് എ, ഇത് ബി. അപ്പോൾ ഗ്രാവിറ്റി കൺട്രോളാണ് കൺട്രോളിംഗ് ടോർക്കായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടി സി വിൽ ബി പ്രപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ് കേട്ടോ. ടി സി പ്രപ്പോർഷണൽ ടു സൈൻ തീറ്റ. നമ്മൾ ടി സി എന്ന് നമ്മൾ ഇങ്ങനെ ഈക്വൽ ടു ആക്കി എഴുതുമ്പോൾ എന്ത് എഴുതും, എം ജി സൈൻ തീറ്റ എന്ന് എഴുതണം. ഓക്കെ, എം ജി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ കൺട്രോൾ ആണെങ്കിൽ നമ്മുടെ ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഫോർമുല. ഇത് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ സ്പ്രിംഗ് കൺട്രോളിൻ്റെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ തീറ്റയാണോ എന്താന്ന് പഠിച്ചു വയ്ക്കുക. സ്പ്രിംഗ്. ഓക്കെ, നൗ അടുത്തത് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് മെത്തേഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് മെത്തേഡുകളുണ്ട്. ഓക്കെ, നമ്മുടെ ഇനേഷ്യ എഫക്റ്റിനെ ഡാമ്പ് ചെയ്ത് കളയാനാണ് നമ്മൾ ഡാമ്പിംഗ് ടോർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതേതൊക്കെയാണ്? ഒന്നാമത്തെ എയർ ഫ്രിക്ഷൻ മെത്തേഡ്. ഓക്കെ, നൗ രണ്ടാമത്തത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ മെത്തേഡ്. മൂന്നാമത്തത് എന്താണ്, എഡ്ഡി കറൻറ്റ് മെത്തേഡ്. എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ്. ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. എയർ ഫ്രിക്ഷൻ മെത്തേഡ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ മെത്തേഡ്, എഡ്ഡി കറൻറ്റ്, ഡാമ്പിംഗ്. അപ്പോൾ അതേപോലെ ഡാമ്പിങ് 3 തരത്തിലുണ്ട്. നമുക്ക് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയാം. അണ്ടർ ഡാംപ്ഡ് ഉണ്ട്. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ഈറ്റയാണ്. അപ്പോൾ ഈറ്റ വിൽ ബി അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഈറ്റ എന്ന് പറഞ്ഞാൽ <1 ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണ് വിചാരിക്കുക. ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണെങ്കിൽ നമ്മുടെ ഈറ്റ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഈറ്റ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഫൈനൽ സാധനം ഓവർ ഡാംപ്ഡ് ആണെങ്കിൽ ഈറ്റ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, 3 എണ്ണം. അണ്ടർ ഡാംപ്ഡ് ആണെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുക, താഴെ ആയിരിക്കും, അതായത് 1 താഴെ ആയിരിക്കും. ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. ഓവർ ഡാംപ്ഡ് ആണെങ്കിൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ഈറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ. അപ്പോൾ നമുക്ക് ജനറലി ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എന്താണ് അണ്ടർ ഡാംഡ് കണ്ടീഷൻസാണ് ഉള്ളത്. അതായത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എപ്പോഴും അണ്ടർ ഡാംഡ് കണ്ടീഷനാണ്. പക്ഷേ ആക്ച്വലി എങ്ങനെയാണ് വേണ്ടത്? ക്രിട്ടിക്കലി ഡാംഡ് ആയിരിക്കണം. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കി കളയുന്നില്ല, അത് വിട്ടേക്കു തൽക്കാലം. അപ്പോൾ ഓവർ ഡാമ്പിങ് എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ഡ്യൂ ടു ദ പെർമനൻറ്റ് എറർ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഓവർ ഡാമ്പിങ് കോസ് ചെയ്യാനുള്ള കാരണം ഡ്യൂ ടു ദ പെർമനൻറ്റ് എറർ ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ എററിനെ കുറിച്ചായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മൾ 2 കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അടുത്ത് ടോർക്ക് ഇൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പഠിച്ചു, കൺട്രോളിംഗ് ടോർക്ക് പഠിച്ചു, ഡാമ്പിംഗ് ടോർക്ക് പഠിച്ചു. ഓക്കെ, വളരെ സിമ്പിളായിരുന്നു ഇന്നത്തെ ക്ലാസ്, വളരെ ലൈറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് മെത്തേഡ് പഠിച്ചു. നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് മെത്തേഡ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, അതുപോലെ എഡി കറന്റ് ഡാമ്പിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ചോദിച്ചുകൊണ്ടാണ് മെയിനായിട്ട് ഈ കൺട്രോളിംഗ് ടോർക്കിന് റിലേറ്റഡ് ആയിട്ട് സ്പ്രിങ്ങിന് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടോർക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കാണോ, ഡിഫ്ലക്ഷൻ ടോർക്കാണോ, ഡാമ്പിംഗ് ടോർക്കാണോ? മെയിൻലി ഇറ്റ് ഇസ് കൺട്രോളിംഗ് ടോർക്കാണ്. അപ്പോൾ അത് കൺട്രോളിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു തീറ്റ ആണോ, തീറ്റ സ്ക്വയർ ആണോ, അങ്ങനെയും ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ തീറ്റയാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ തീറ്റയാണ്. ഓക്കെ, സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ, പക്ഷേ ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അതേപോലെ പെർമനൻറ്റ് എറർ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഡ്യൂ ടു ഓവർ ഡാമ്പിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഓവർ ഡാമ്പിംഗ് കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പെർമനൻറ്റ് എറർ സംഭവിക്കാനുള്ള കാരണം. ഓക്കെ, വൺ ഓഫ് ദ കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ എററുമായിട്ടാണ് ഡീൽ ചെയ്തിട്ട് നാളെ തന്നെ ഉണ്ടായിരിക്കും ആ വീഡിയോയും. എല്ലാവർക്കും നന്ദി, ബൈ ബൈ, താങ്ക് യു.